ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മളെ ശ്രുതിക്കാണെങ്കിൽ കടയിൽ കുറച്ചധികം നഷ്ടം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നഷ്ടം വന്നു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ആ പണം അടച്ചു തീർക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ശ്രുതി ചില കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് രേവതിയുടെ സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി വിൽക്കുകയാണ്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് സച്ചിക്കും മറ്റാർക്കും അറിയില്ല കേട്ടോ. ഈ സ്വർണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചന്ദ്രയ്ക്കും സച്ചിക്കും രേവതിക്കും മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചില സംഭവങ്ങൾ നടക്കുകയും നമ്മുടെ ശ്രുതിയാണിത് ചെയ്തതെന്നുള്ളതിന് തെളിവുകളൊക്കെ ആയിട്ട് നമ്മുടെ സച്ചി വരുന്നുണ്ട്. ആ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശ്രുതിക്ക് കച്ചവടത്തിൽ വലിയ നഷ്ടം തന്നെ സംഭവിക്കുക. കാരണം ഒരു 4 ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് അവർ പണം കൊടുക്കാതെ കള്ളനോട്ടൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്, ബില്ലും അടിക്കാതെ. അതൊക്കെ വലിയൊരു ബിസിനസ്സാണെന്ന് വെച്ച് ശ്രുതി ഒന്ന് അഹങ്കരിച്ചതാണ്. പക്ഷേ അതൊരു വലിയ നഷ്ടം തന്നെയായിട്ട് മാറുകയാണ് ശ്രുതിക്ക്. പക്ഷേ ഇത് ആരോടും പറയാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ലോണൊക്കെ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. ബാങ്കുകാർ അല്ലെങ്കിൽ വന്ന് കട സീൽ ചെയ്യും. അതൊക്കെ കാരണം ശ്രുതി ഇത് ആരോടും പറയാതെ ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുക. ഇത്രയും രൂപ നഷ്ടം വന്നു, ഇങ്ങനെ പറയും. ഇനിയിപ്പം ശ്രുതിയോട് ഇത് പറയണ്ടേ? ശ്രുതിയോട് പറഞ്ഞാൽ വലിയൊരു കച്ചവടം നടക്കുന്നുണ്ട്, വലിയൊരു ബിസിനസ്സാണ് ഇന്ന് നടക്കാൻ പോകുന്നതെന്നൊക്കെയാണ്. അതുകൊണ്ട് ഒരു ലാഭം 1 ലക്ഷം രൂപയെങ്കിലും ലാഭം കിട്ടിയെന്ന് വീട്ടിൽ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ 1 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ബാങ്കിൽ ഇതിൻ്റെയൊക്കെ ലോൺ അടയ്ക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ഇനി എന്താ ചെയ്യുക? ആകെ മൊത്തം പറ്റിക്കപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക. എവിടെ ചെന്നാൽ ഇനി പണം ചോദിക്കുക? ശ്രുതിയോടാണെങ്കിൽ ഇത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. ശ്രുതി ആകെപ്പാടെ കളിയാക്കും. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിയും രേവതിയും ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് രേവതിയുടെ കുറേ സ്വർണ്ണമൊക്കെ അവിടെ ഇരിക്കുന്നതെടുത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് ബിസിനസ് തുടങ്ങാം, എന്നിട്ട് ആ പണം കൊണ്ട് നമുക്ക് റൂം പണിയാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ ആകുമ്പം ആ പണം ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി. രേവതിയുടെ കുറച്ച് സ്വർണ്ണം ഇവിടെ ഇരിപ്പില്ലേ, ആ സ്വർണം ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഞങ്ങൾക്കത് പണയം വെച്ച് കുറച്ച് കാര്യങ്ങൾ നടത്താനുണ്ടായിരുന്നെന്ന് പറയാണ്. ആ കൂടെ തന്നെ നമ്മുടെ അച്ചമ്മയുടെ ബർത്ത്ഡേയും വരുന്നുണ്ട്. അപ്പോൾ അച്ചമ്മയ്ക്ക് ഒരു നല്ല ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കണം എന്നൊക്കെ സച്ചിയും രേവതിയും തീരുമാനിക്കാം. അങ്ങനെ ചന്ദ്രയോട് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ആ സ്വർണ്ണം എൻ്റെ അലമാരിയിലല്ലേ ഇരിക്കുന്നത്, അത് തിരിച്ചു തരാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ, ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയണം. അപ്പോൾ രവിയും പറയാണ്, അതെ രേവതിയുടെ സ്വർണ്ണമല്ലേ, അതങ്ങ് കൊടുത്തേ, ഞാനും അച്ചമ്മയൊക്കെ കൊടുത്ത സ്വർണം അത് നീ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം അവർക്കൊരു ആവശ്യം വന്നപ്പോഴല്ലേ ചോദിച്ചത്, അപ്പോൾ പിന്നെ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആ മനസ്സേ ഇല്ല കൊടുക്കാനായിട്ട്. അതേസമയം നമ്മുടെ സച്ചി പിന്നെയും ചോദിക്കുന്നുണ്ട് കേട്ടോ, ആ പണം തിരികെ തരണം ഞങ്ങൾക്ക്, ആ സ്വർണം ഞങ്ങൾക്ക് തിരികെ തരണം എന്നൊക്കെ പറയാം. അപ്പോൾ വർഷം പറയുന്നുണ്ട്, രേവതി ചേച്ചിയുടെ സ്വർണ്ണം അല്ലേ, അത് അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തൂടെ, അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ ചോദിക്കുന്നത്, ഞാനും ശ്രുതി ചേച്ചി ഒന്നും കൊണ്ടുവന്ന സ്വർണം അമ്മ വാങ്ങി വെച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ രേവതി ചേച്ചിയുടെ മാത്രം സ്വർണം വാങ്ങി വെക്കുന്നത് എന്നൊക്കെ വർഷയും ചോദിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെപ്പാടെ ഒരു ഇതായിട്ട് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. ചന്ദ്ര അലമാരിയൊക്കെ പോയി തുറന്ന് നോക്കുമ്പം അതിൻ്റെ അകത്താണെങ്കിൽ സ്വർണ്ണം ഇല്ല. അതിന് പകരം ആ കവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചന്ദ്ര വിചാരിക്കുക, ദൈവമേ ഇതാരായിരിക്കും ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയത്, എന്തായിരിക്കും ഇത് സംഭവിച്ചത് എന്നൊക്കെ വിചാരിച്ച് ചന്ദ്ര ആകെ ടെൻഷനാകാണ് കേട്ടോ. അതേ സമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈ ബിസിനസ്സിൽ തകർച്ചയൊക്കെ വരുമ്പം ചന്ദ്രയോട് വന്ന് പണം ചോദിക്കുന്നുണ്ട്. അമ്മേ, എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്, ബിസിനസ്സിന് വേണ്ടി പണം ആവശ്യമാണ്, അതുകൊണ്ട് അമ്മ എനിക്ക് കുറച്ച് പണം തരണം എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പണം തരാൻ പറ്റുമൊന്നുമില്ല, നീ ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പണം തരാൻ പറയുന്നു, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അമ്മേ എനിക്ക് പണം വേണം, ഇല്ലേ ശരിയാവില്ല എന്ന് പറയാം. പക്ഷേ ചന്ദ്ര കൊടുക്കാനൊന്നും കൂട്ടാക്കുന്നില്ല, നീ പോട തീർക്കാന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ. പക്ഷേ അതേസമയം നമ്മുടെ ശ്രുതി പഴയ പരിപാടി തന്നെ തുടങ്ങുകയാണ്, കളവ്. അങ്ങനെ ചന്ദ്രയുടെ അലമാരി തുറന്ന് അതിൻ്റെ അകത്തിരിക്കുന്ന രേവതിയുടെ സ്വർണം എടുത്തുകൊണ്ട് പോവുകയാണ് നമ്മുടെ ശ്രുതി. എടുത്തുകൊണ്ട് പോയി അത് പണയം വെച്ചിട്ട് അതിൻ്റെ പണം വാങ്ങുകയാണ്. ആ പണം വാങ്ങിയിട്ടാണ് കേട്ടോ ശ്രുതി കടം വീട്ടുന്നത്, ലോൺ അടച്ചു കൊടുക്കുകയാണ്. 3 ലക്ഷം രൂപയുടെ കടം വീട്ടുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ബാക്കി 1 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുവരികയാണ്. വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിക്കുക, ഇത് കണ്ടോ എനിക്ക് വലിയൊരു കച്ചവടം നടന്നതാ, ഒരു വലിയ ബിസിനസ്, ഒരു 4 ലക്ഷം രൂപയുടെ കച്ചവടം, 1 ലക്ഷം രൂപ എനിക്ക് ലാഭമായിട്ട് കിട്ടിയിട്ടുമുണ്ട് എന്നും പറഞ്ഞ് ആ പണം കൊണ്ടുവന്ന് കാണിക്കുകയാണ്.
എന്നിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുക. ശ്രുതി, നീ ഇത് സൂക്ഷിച്ചു വെച്ചോ, ഇത് നമ്മുടെ ബിസിനസ്സിലെ ഒരു വലിയ ലാഭമല്ലേ, പെട്ടെന്ന് കിട്ടിയ ഒരു ലാഭം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വലിയ ആളാവുക. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടോ കണ്ടോ എൻ്റെ മോന് ലാഭം കിട്ടുന്ന കണ്ടോ ബിസിനസ്സിൽ, അവനങ്ങ് തുടങ്ങിയതേ ഉള്ളൂ കച്ചവടം, എന്നിട്ടും അവന് ഇത്രയും രൂപ ലാഭം കിട്ടി. ഇനിയിപ്പോൾ അവൻ വെച്ചടി കയറ്റവാ. ഇവിടെ ഓരോരുത്തരൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്, കൂടിപ്പോയാൽ 1000-2000 രൂപ ലാഭം കിട്ടും, അത് വലിയ കാര്യമാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് എന്നൊക്കെ രേവതിയെ നോക്കി ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് ചന്ദ്ര പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ രവിയും പറയുന്നുണ്ട്, നല്ല കാര്യം ഇത്രയൊക്കെ ലാഭം കിട്ടുന്നത്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചിലവാക്കണം, ബിസിനസ്സൊക്കെ നന്നായിട്ട് നോക്കണം, നല്ല ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യണം, പറ്റിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണെന്നൊക്കെ രവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക്. അപ്പോഴും ശ്രുതി അങ്ങ് അഹങ്കരിക്കുക. ശ്രുതി പറയുന്നുണ്ട്, എന്നെ ആരും പറ്റിക്കാനൊന്നും പറ്റില്ല, ഞാൻ നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളവനാ, അല്ലാതെ ഇവിടെ വേറെ ചിലരെ പോലൊന്നും അല്ല, എന്നെ ആരും പറ്റിക്കാനൊന്നും പോകുന്നില്ലെന്നൊക്കെ ശ്രുതി പറയാം. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെ കയറി പോകുന്നുണ്ട്. ഈ സ്വർണം കൊണ്ടുപോയി വിറ്റിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തിയതെന്ന് ആരും അറിയുന്നില്ല കേട്ടോ. ചന്ദ്രയ്ക്ക് പോലും അന്നേരം മനസ്സിലാകുന്നില്ല. അതിനുശേഷം ചന്ദ്ര ഈ സ്വർണ്ണം എടുത്ത് നോക്കുമ്പോഴാണ് അവിടെ സ്വർണ്ണം ഇല്ല. അപ്പോൾ ചന്ദ്ര ഞെട്ടിപ്പോവുക. ചന്ദ്രയ്ക്ക് അപ്പോഴേ തോന്നുക ഇത് വേറെ ആരും ചെയ്യില്ല, ഇവിടെ വന്ന് ഈ പണിയൊക്കെ കാണിച്ചതും എന്നോട് പണം ചോദിച്ചതും ഒക്കെ ശ്രുതിയാണ്, അവനായിരിക്കും ഇത് എടുത്തോണ്ട് പോയി വിറ്റത്, അവൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ചന്ദ്ര ശ്രുതിയെ വിളിക്കുക. എടാ ശ്രുതി, നീ എവിടെയാടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടൗണിലുണ്ടല്ലോ. എടാ നീ ആ സ്വർണ്ണം എടുത്തോണ്ട് പോയി വിറ്റോടാ എന്ന് ചോദിക്കുകയാണ്. രേവതിയുടെ സ്വർണ്ണം നീ കൊണ്ടുപോയോന്ന്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാണ് കേട്ടോ, അത് അമ്മേ, എനിക്ക് ആവശ്യം വന്നപ്പോൾ പിന്നെ ഞാൻ ആരോടാ ചോദിക്കുന്നത്, ആ സ്വർണ്ണ അലമാരി വെറുതെ ഇരിക്കല്ലേ, രേവതിയാണെങ്കിൽ അതിന് തിരിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അതെടുത്ത് വിറ്റു എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ ചന്ദ്ര പറയാ, എടാ നീ എന്ത് പണിയാ കാണിച്ചത്, ദേ ഇപ്പം സച്ചിയും രേവതിയും കൂടെ ആ സ്വർണം ചോദിച്ചേച്ചിരിക്കുക, അവർക്ക് എന്തോ ബിസിനസ് തുടങ്ങണമെന്നും പറഞ്ഞുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഞാനത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, നീ പറ, ഇപ്പോൾ വരും അവർ ആ പണവും ചോദിച്ചുകൊണ്ട്, സച്ചിയാണ് എൻ്റെ കഴുത്തെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയാ, അമ്മേ ഞാനൊരു കാര്യം ചെയ്യാം, ആ സ്വർണം മാറ്റിയിട്ട് അതിന് പകരം മുക്കുപണ്ടം വയ്ക്കാം എന്ന് പറയാണ്. ആ മുക്കുപണ്ടം അതേ മോഡൽ തന്നെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന് തരാം, അത് അലമാരിയിൽ അമ്മ വച്ചാൽ മതി, രേവതി എങ്ങും ചോദിക്കാൻ പോകുന്നില്ല, ഇനി എവിടെയെങ്കിലും വിവാഹത്തിനോ എന്തെങ്കിലും പോകുമ്പോഴാണെങ്കിലും അവൾ മുക്കുപണ്ടം ഇട്ടുകൊണ്ട് പൊക്കോളും, ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല, അമ്മയായിട്ട് ഇതൊന്നും പറയരുത് എന്ന് പറയുമ്പം ഉടനെ തന്നെ ചന്ദ്ര പറയാ, എടാ അങ്ങനെയല്ല, അവർ എന്നോട് ചോദിച്ചിരുന്നു, ആ ചോദിച്ചെങ്കിൽ എന്തെങ്കിലും ഇടാനെങ്കിലും ആയിരിക്കും എന്ന് പറയാണ്. അങ്ങനെ മുക്കുപണ്ടം വാങ്ങിക്കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ചന്ദ്രയും. അതാണ് നമ്മുടെ സച്ചിക്കും രേവതിക്കും എടുത്ത് കൊടുത്തു വിടുവാണ് ചന്ദ്ര. കാരണം ആ സമയത്ത് ബിസിനസ്സിനാണ്, ഞങ്ങൾക്കിത് വിൽക്കാനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര ആദ്യം എല്ലാം എതിർക്കുക, ഇത് തരാൻ പറ്റില്ല എന്ന് പറയാണ്. എന്താന്ന് വെച്ചാൽ അത് മുക്കുപണ്ടമല്ലേ, അതെടുത്ത് കൊടുത്താൽ മൊത്തം പണി പാളൂന്നറിയാം. അതേസമയം രവിയും സച്ചിയും നിന്ന് തർക്കിക്കുകയാണ്. ആ സ്വർണ്ണം രേവതിയുടേതാണ്, അത് രേവതിക്ക് കൊടുക്കണം, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അതുപോലെ വർഷയും ശ്രീകാന്തും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പറയാണ് രേവതി. അങ്ങനെ ചന്ദ്ര അവസാനം അടുത്ത് അതെടുത്ത് കൊടുക്കും. അതേ ഇന്നാ ഇത് കൊണ്ടുപോയിക്കോ, നിങ്ങൾ ഇനിയിപ്പോൾ എന്നോട് ചോദിച്ചേക്കരുത്, ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് കൊടുക്കുക. അത് വാങ്ങിക്കൊണ്ട് നമ്മുടെ സച്ചിയും രേവതിയും പാവം സ്വർണ്ണക്കടയിൽ അത് വിൽക്കാനായിട്ട് ചെല്ലുകയാണ്. വിൽക്കാൻ ചെന്ന് കഴിയുമ്പോഴേക്കുമാണ് കേട്ടോ ഇത് സ്വർണ്ണമല്ല മുക്കുപണ്ടമാണെന്ന് അറിയുന്നത്. അപ്പം ഞെട്ടിപ്പോവാണ് സച്ചി, ദൈവമേ ഇത് മുക്കുപണ്ടോ. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഇത് നോക്കിയോ, ഇത് മുക്കുപണ്ടമൊന്നും അല്ല, ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന സ്വർണ്ണമാണ്, രേവതിക്ക് അച്ഛമ്മയും അച്ഛനും ഒക്കെ സമ്മാനമായിട്ട് കൊടുത്ത സ്വർണ്ണമാണ്, അത് മുക്കുപണ്ടമൊന്നും അല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയതായിരിക്കും എന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ പണി തുടങ്ങിയിട്ട് കുറേ നാളുകളായി, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തെറ്റിയൊന്നും പോവില്ല, ഇത് മുക്കുപണ്ടം തന്നെയാണ്, മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പിന്നെയും പറയുന്നുണ്ട്, വെറുതെ നിങ്ങൾ. അപ്പം രേവതി പറയാം, സച്ചിയേട്ടാ മിണ്ടാതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും എന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, വെറുതെ ഞങ്ങളുടെ സമയം കളഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, മുക്കുപണ്ടം വിൽക്കാൻ വന്നതിനെ പോലീസിനെ വിളിച്ച് രണ്ടിനെ അകത്തിടുക ചെയ്യേണ്ടത് എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ മുക്കുപണ്ടാന്ന് അറിഞ്ഞുകൊണ്ട് ഇത് വിൽക്കാൻ ഇവിടെ വരുമോ, മുക്കുപണ്ടം കൊണ്ട് വന്നാലും ഏത് ജ്വല്ലറി വന്നാലും അതൊക്കെ എടുത്ത് ഉരച്ച് നോക്കി പരിശോധിച്ചല്ലേ എടുക്കുകയുള്ളൂ, അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ, ഇതിപ്പോൾ ഞങ്ങളെ ആരോ ചതിച്ചാണെന്നാണ് തോന്നുന്നത്, നിങ്ങളുടെ ഓണറിന് എന്നെ നന്നായിട്ട് അറിയാവുന്ന, ഞാനിങ്ങനെയൊന്നും ചെയ്യില്ല, ഞങ്ങളിങ്ങനെ ഇതിനു മുമ്പും ഇവിടുന്ന് സ്വർണ്ണമൊക്കെ എടുക്കാറുള്ളതാ എന്നൊക്കെ രേവതി പറയുമ്പം അവർ പറയാണ്, വെറുതെ ഇതെല്ലാം തട്ടിപ്പുകാരും പറയുന്ന, ഓണറിന് പരിചയമുണ്ടെന്നും മറ്റുമൊക്കെ, വെറുതെ തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുക രണ്ടും എന്ന് പറയാണ്.
അപ്പോൾ കറക്റ്റ് ആ ഓണർ വരികയാണ്. അപ്പോൾ ഓണർ രേവതി കാണുമ്പോൾ ചോദിക്കുക, രേവതി എന്താ രേവതി പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ രേവതി കാര്യങ്ങളൊക്കെ ഓണറോട് പറയുക. അപ്പോൾ ഓണർ സ്റ്റാഫിനോട് പറയുന്നുണ്ട് കേട്ടോ, അതേ ഇത് രേവതി, ഈ കുട്ടിയാണ് വർഷങ്ങളായിട്ട് നമുക്കിവിടെ മാല തന്നുകൊണ്ടിരിക്കുന്നത്, പൂമാല കെട്ടി തന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അതുപോലെ ഇവരെ കുടുംബപരമായിട്ടൊക്കെ എനിക്കറിയാം. ഈ കുട്ടി ഇങ്ങനെ ഒരു മോശം കാര്യം ചെയ്യുന്ന കുട്ടിയല്ല, ഇവർ കള്ളന്മാരുമല്ല, ഇവരെ ആരോ ചതിച്ചതാന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സാച്ചി പറയാം ശരി സാറെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫോണൊക്കെ എടുക്കുക. അപ്പോൾ രേവതി ചോദിക്കുക, ഇതിപ്പോൾ ആരെ വിളിക്കാൻ പോവാ? അച്ഛനെ വിളിക്കാൻ പോവാന്ന് പറയാം. അമ്മയെ വിളിച്ച് ചോദ്യം ചെയ്യണം. അമ്മയല്ലേ ഈ സ്വർണ്ണം സൂക്ഷിച്ചു വെച്ചത്, ആ സ്വർണ്ണം ഇത്ര പെട്ടെന്ന് എങ്ങനെ മുക്കുബണ്ടായെന്നുള്ളത് അറിയണം. നമ്മളെ പറ്റിച്ച് വിട്ടതാണോ എന്ന് അറിയണമല്ലോ. അമ്മ അറിയാതെ ഇതൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതി പറയാ, വേണ്ട ഇപ്പം വിളിച്ച് ചോദിച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, അവിടെ കിടന്ന് വെറുതെ ബഹളം വയ്ക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ സത്യം നമുക്ക് തന്നെ കണ്ടെത്താം. അമ്മയെ അറിയാതെയാണ് ഇത് സംഭവിച്ചെങ്കിലോ, അവിടെ മറ്റു ആൾക്കാരും ഒക്കെ ഇല്ലേ, വെറുതെ അമ്മയെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, ഇതിൻ്റെ സത്യം നമുക്ക് കണ്ടുപിടിക്കുക തന്നെ ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ സമാധാനിപ്പിച്ച് രേവതി സച്ചിയെ കൊണ്ട് വീട്ടിലേക്ക് പോവുക. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ചന്ദ്രയും സുധിയൊക്കെ പുറത്ത് പോയിരിക്കുക കേട്ടോ. ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ, കാരണം മുക്കുബണ്ടമൊക്കെ അതുപോലെ തന്നെയൊക്കെ വാങ്ങിച്ച് ഇനി എന്തെങ്കിലും പ്രശ്നമാവുമോ, ആ സ്വർണം തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോയിട്ട് വരിക. അപ്പോൾ ആ സ്വർണ്ണമൊന്നും തിരിച്ചെടുക്കാൻ പറ്റുന്നേ ഇല്ല. അങ്ങനെ ചന്ദ്രയും സുധിയും കൂടെ ആകെ ചമ്മി നാറി തിരിച്ച് വരിക. അപ്പോൾ രേവതി സച്ചി അവിടെയുണ്ട്. രേവതിക്ക് സച്ചിക്കും പരസ്പരം അവർ നോക്കുന്നുണ്ട് ഈ കള്ളത്തരം. വന്ന് കയറുമ്പോൾ തന്നെ സുധിയുടെ മുഖത്തോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. സച്ചിയും രേവതിയും പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമുക്കിതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയാൻ പറ്റും, എന്നിട്ട് മതി, ഇവിടെ ഇപ്പോൾ ഇത് ആരോടും പറയാൻ പോകണ്ടെന്ന് അവർ തീരുമാനിക്കാം. അങ്ങനെ അച്ഛമ്മയുടെ ബർത്ത്ഡേ ഒക്കെ വരികയാണ്. എല്ലാവരും സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചി ഒരു സമ്മാനം വാങ്ങി കൊടുക്കാനൊക്കെ നോക്കിയിരിക്കുക. അങ്ങനെ സച്ചി പണം ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ബർത്ത്ഡേക്ക് എല്ലാവരും സമ്മാനമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ലേറ്റായിട്ടാണ് കേട്ടോ സച്ചി വരുന്നത്. രേവതിയാണെങ്കിൽ സച്ചി ഇങ്ങനെ നോക്കിയിരിക്കുക, ഇപ്പോൾ വരും സമ്മാനമായിട്ടെന്നും പറഞ്ഞു. അങ്ങനെ അച്ചമ്മയ്ക്ക് അവർ സമ്മാനം കൊടുക്കുകയും അത് കഴിഞ്ഞ് അച്ചമ്മ അവരിൽ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സച്ചിക്കും രേവതിക്കുമാണ് കേട്ടോ കിട്ടുന്നത്. ഏറ്റവും നല്ല സമ്മാനം, അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം കൊടുത്ത ഒരാൾക്ക് തിരിച്ചൊരു സമ്മാനം കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അച്ചമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനം സച്ചിയും രേവതിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചൊരു സമ്മാനം കൊടുക്കുകയും അവർ ഭയങ്കര ഹാപ്പി ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്കാണ് നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട് മഹേഷ് പറയുന്നത്, വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങണം എന്നുള്ള കാര്യം. അങ്ങനെ വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇപ്പം നല്ല ഓഫറൊക്കെ ഉണ്ട്, എവിടെയെങ്കിലും നല്ല ഓഫർ ഉള്ളിടത്ത് പോയി വാങ്ങാമെന്ന് പറയണം. അപ്പം സച്ചിയോട് മഹേഷ് പറയുന്നുണ്ട്, നിൻ്റെ ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിയാലോ, അവിടെ ഓഫറൊന്നും ഇല്ലെന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയാം, എൻ്റെ പൊന്നെ അവിടുന്ന് നീ വാങ്ങാനൊന്നും നിൽക്കണ്ട, കഴുത്തറപ്പം വിലയാ, അവിടെ ഒരു ഓഫറും കാണുകയല്ല, അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ ചെന്ന് അവൻ്റെ മുഖം കാണുന്ന ഭേദം വേറെ ഏതെങ്കിലും കടയിൽ പോയി നല്ല ഫ്രിഡ്ജ് നമുക്ക് വാങ്ങാം എന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട്. അപ്പം മഹേഷും പറയാം, ശരിയാ എൻ്റെ കയ്യിലും ഒരുപാട് പണമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ മതി എന്ന് പറയാണ്. അങ്ങനെ അവർ നടക്കുമ്പോഴാണ് കേട്ടോ ഒരു കട കാണുന്നത്. 50% ഓഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 50% ഓഫ് ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി എന്നൊക്കെ പറഞ്ഞു ഓഫർ എന്നൊക്കെ എഴുതി വെച്ച് ഒരു പുതിയ കട. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ദേ ഈ കട കണ്ടോ, ഇവിടെ 50% ഓഫർ എന്നാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കടയിൽ കയറി വാങ്ങാം, പകുതി പൈസയല്ലേ ആവത്തുള്ളൂ, വെറുതെ സുധിയുടെ കടയിൽ പോയി നഷ്ടം വരുത്തി വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ മഹേഷും പറയുന്നുണ്ട്, ശരിയാ എന്നാൽ ഈ കടയിൽ നമുക്ക് തന്നെ കയറാം, എന്താ ഇവർ ഇത്ര ഓഫറൊക്കെ കൊടുക്കുന്നത്, നല്ല സാധനമാണോ വാ എന്ന് പറയുമ്പോൾ സച്ചിയും പറയാം, അതറിയത്തില്ല, ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാമെന്ന് പറയാണ്. അങ്ങനെ കടയിലേക്ക് അവർ കയറുകയാണ്. അതേസമയം ഈ കടക്കാരാണ് കേട്ടോ നമ്മുടെ സുധിയെ പറ്റിച്ചുകൊണ്ട് പോയത്. അവരിതുപോലെ പല ഷോപ്പിലും ചെന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി പണം കൊടുക്കാതെ മുങ്ങുന്ന ടീമുകളാണ്. വലിയ ബിസിനസ്സുകാരെന്ന് പറഞ്ഞ പല ഷോപ്പിൽ നിന്നും പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് കള്ളനോട്ടൊക്കെ കൊടുത്ത് ബില്ല് വാങ്ങാതെ അവിടെ നിന്ന് മുങ്ങുന്ന ടീമുകളാണ്. അങ്ങനെ ഇവർക്കെതിരെ കുറേ പരാതികളൊക്കെ ചെന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പരാതിയൊക്കെ ചെന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് ഇവരെ അന്വേഷിച്ച് തേടി നടക്കുകയാണ്. നമ്മുടെ സുധിയും പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ കടയിലേക്കാണ് നമ്മുടെ സച്ചിയും മഹേഷും കൂടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് അവർ ഫ്രിഡ്ജൊക്കെ നോക്കും. ഫ്രിഡ്ജൊക്കെ നോക്കി കഴിയുമ്പോൾ ആ സുധിയെ പറ്റിച്ച ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അവിടെ ചെന്ന് അവർ അപ്പം ഫ്രിഡ്ജൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ വിലയൊക്കെ ചോദിക്കും, ഇഷ്ടപ്പെടും. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ ഈ ഫ്രിഡ്ജ് തന്നെ നമുക്ക് എടുത്തേക്കാം എന്ന് പറയാം. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, സാർ ഈ ഫ്രിഡ്ജ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ആ ഫ്രിഡ്ജൊക്കെ മഹേഷിന് വേണ്ടിയിട്ട് വാങ്ങുകയാണ്. വാങ്ങിയിട്ട് പണം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 5000 രൂപ എന്ന് മറ്റോ പറഞ്ഞ് ആ പണവും കൊണ്ട് അവർ കൗണ്ടറിൽ ചെന്ന് കൊടുക്കുകയാണ് കേട്ടോ. കൊടുത്ത് പണം അയാൾ വാങ്ങുന്നുണ്ട്. അങ്ങനെ വാങ്ങി ബില്ല് വരാനൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കേട്ടോ പോലീസ് വരുന്നത്. പോലീസ് വന്നിട്ട് ഈ കടയുടെ ഷട്ടർ അങ്ങ് അടച്ചേച്ച് അകത്തേക്ക് കയറി വന്ന് ശിവന്മാരെ പൊക്കും. അപ്പോഴേ പോലീസ് വരുന്ന കാണുമ്പോഴേ ഇവന്മാർ ഓടാൻ പോവാണ്. അപ്പം നിൽക്കടാന്നും പറഞ്ഞ് എല്ലാത്തിനെയും പൊക്കുകയാണ്. പൊക്കി കഴിയുമ്പോൾ നമ്മുടെ സച്ചിയും അതുപോലെ മഹേഷും അവിടെ ഇങ്ങനെ നിൽക്കുക.
അപ്പോൾ എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, എടാ കള്ളന്മാരെ, നിങ്ങളാണല്ലേ എല്ലാവരുടെയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പറ്റിച്ചിട്ട് പോകുന്നത്, എത്ര കടയിൽ നിന്ന് നിങ്ങൾ മോഷണം നടത്തി, എന്നിട്ട് അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ വില കുറച്ച് വിറ്റ് കാശുണ്ടാക്കുന്നല്ലേ എന്നൊക്കെ പറയാണ്. അവന്മാർക്ക് ഇത് സ്ഥിരം പണിയായതുകൊണ്ട് അവർക്കൊരു പ്രശ്നവും കേട്ടോ. അപ്പം നമ്മുടെ സച്ചിയെ മഹേഷിനെ പിടിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ ഇതിൻ്റെ ആൾക്കാരല്ല, ഞങ്ങളിവിടെ സാധനം വാങ്ങാൻ വന്നവരാണെന്ന്, ഞങ്ങളെ വെറുതെ വിടണേ സാറേ എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ മോഷ്ടിച്ച മുതൽ വിൽക്കുന്ന പോലെ തന്നെ കുറ്റകാരെ അത് മേടിക്കാൻ വരുന്നതും, നിങ്ങൾ എന്തിനാ ഇത് വാങ്ങാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇത് മോഷ്ടിച്ച മുതലാണെന്നൊന്നും ഞങ്ങളാരും അറിഞ്ഞില്ല സാറേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത്, ഞങ്ങളെ വെറുതെ വിടും സാറേ എന്ന് പറയുമ്പോൾ, ഇല്ല വെറുതെ വിടുകയല്ല, ഇവന്മാർക്ക് കൂട്ട് നിന്നവന്മാരെ ആരെയും വെറുതെ വിടുകയല്ല, എല്ലാവരും ജീപ്പിലോട്ട് കയറിക്കുമെന്ന് പറയാം. അപ്പോൾ പിന്നെയും സച്ചിയും മഹേഷും പറയുന്നുണ്ട്, ദേ ഞങ്ങളെ വെറുതെ വിട് സാറേ എന്ന് പറയാം. എന്നിട്ട് എല്ലാവരെയും തൂക്കിയെടുത്ത് നമ്മുടെ മഹേഷിനെയും സച്ചിയെയും എല്ലാം പോലീസ് തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോവുക. എന്നിട്ട് എല്ലാത്തിനെയും കൂടി ലോക്കപ്പിൽ കൊണ്ട് അടച്ചിടുകയാണ്. അവിടെ കൊണ്ട് അടച്ചിടുമ്പോഴും നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ, സാറേ ഞങ്ങളെ വിട്, ഞങ്ങൾ സാധനം വാങ്ങാൻ വന്നവരാ, ഞങ്ങൾ ഇവരുടെ കൂടെ ഉള്ളവരല്ല, നിങ്ങളിപ്പോൾ തൽക്കാലം അവിടെ കിടക്കാൻ പറയാണ്. അപ്പോഴാണ് കേട്ടോ നമ്മുടെ ആ കള്ളന്മാരെല്ലാം കൂടെ നിന്നിട്ട് പറയാം, ഏതായാലും കുഴപ്പമില്ല, കുറച്ച് ദിവസം ജയിലിൽ കിടന്നാലും പ്രശ്നമില്ല, ആവശ്യത്തിന് പണം നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ വലിയ സന്തോഷിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരിക. സച്ചി പറയാം, എടാ നാണം കെട്ടവന്മാരെ, കണ്ടവരെയെല്ലാം പറ്റിച്ചാണോടാ നിങ്ങൾ പണം ഉണ്ടാക്കുന്നത്, നിനക്കൊന്നും നാണമില്ലടാ, എന്നിട്ട് പറയുകയും ചിരിക്കുകയും ചെയ്യുന്ന കേട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും നാണമില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പണം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നാട്ടു നടപ്പാ എന്നൊക്കെ പറയുമ്പോൾ സച്ചി അടിക്കാനൊക്കെ കൈ ഓങ്ങുന്നുണ്ട് അവരെ. അതേസമയം ഈ നഷ്ടം വന്നവരെല്ലാം പോലീസ് വിളിച്ച് വരുത്തുക, ഇവർ തന്നെയാണോ കുറ്റവാളികളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കൂട്ടർ വരികയാണ് കേട്ടോ. അങ്ങനെ അവർ വരുമ്പോഴേക്കും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെന്ന് പറയാം. അപ്പോഴാണ് നമ്മുടെ സുധി വരുന്നത് കേട്ടോ. സുധിയെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചിയും മഹേഷും കൂടെ ലോക്കപ്പിൽ കിടന്ന് കാണുകയാണ് സുധി വരുന്നത്. പെട്ടെന്ന് സച്ചിയും മഹേഷും മറിഞ്ഞ് നിൽക്കുക സുധി കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സുധിയോട് പോലീസ് ചോദിക്കുന്നുണ്ട്, ദേ ഈ നിൽക്കുന്നവന്മാരൊക്കെയാണ് നിന്നെ പറ്റിച്ചുകൊണ്ട് പോയത് എന്ന് ചോദിക്കുക. അപ്പോൾ സുധി പറയുന്നുണ്ട്, അതെ ഇവന്മാരൊക്കെ എൻ്റെ കടയിൽ വന്ന് എന്നെ പറ്റിച്ചുകൊണ്ട് പോയത്, എനിക്ക് 4 ലക്ഷം രൂപയുടെ നഷ്ടമായി ഇവർ ഉണ്ടാക്കി വെച്ചത്. എങ്ങനെയാണെന്നറിയാവോ, ഇവരവിടെ വന്ന് TV, ഫ്രിഡ്ജ് ഇതെല്ലാം 5 എണ്ണം വീതം വാങ്ങി എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട്. TV 5 എണ്ണം, ഫ്രിഡ്ജ് 5 എണ്ണം, മിക്സി 5 എണ്ണം, അതിൻ്റെ കൂടെ ഞാനൊരു ഗിഫ്റ്റായിട്ട് ഒരു കെറ്റിലും ഫ്രീ ആയിട്ട് കൊടുത്തു എന്നൊക്കെ പറയുക പോലീസിനോട്. ഇതെല്ലാം നമ്മുടെ സച്ചിയും മഹേഷും കേട്ടോണ്ട് നിൽക്കുക. സച്ചിയാണെങ്കിൽ ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സുധി ഈ വിവരിക്കുന്ന എല്ലാം വീഡിയോ എടുക്കുക. സുധി എല്ലാ കാര്യങ്ങളും സത്യങ്ങളും പോലീസിനോട് പറയുന്നുണ്ട്. ഇവരെന്നെ പറ്റിച്ചുകൊണ്ട് പോയി, എനിക്ക് പണം ഇത്രയും നഷ്ടമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത്രയും പണം കിട്ടണം എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് സുധി അങ്ങ് പോവുക. അപ്പോഴാണ് സച്ചിക്ക് മനസ്സിലാകുന്നത്, ദേ ഇവനാണ് ഈ കള്ളൻ, സ്വർണ്ണം ഇവനായിരിക്കും അടിച്ചു മാറ്റിയിരിക്കുന്നത്. കാരണം ഇവന് ഇത്രയും നഷ്ടം വന്നിട്ടും വീട്ടിൽ 1 ലക്ഷം രൂപ അവൻ ലാഭം കൊണ്ട് തന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ പറ്റിക്കപ്പെട്ടത് തന്നെയാണ്, ഇവൻ തന്നെയായിരിക്കും സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി വിറ്റത് എന്ന് സച്ചിക്ക് അങ്ങ് മനസ്സിലാകുകയാണ്. അതേസമയം വേറൊരു കൂട്ടർ വരുമ്പോൾ അവരോട് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട്, സച്ചി മഹേഷും ഇല്ല എന്ന് പറയുമ്പോൾ അവരെ 2 പേരെയും പോലീസ് റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ സച്ചി ആ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരെയും വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ വിവരം ഒന്ന് പറയണ്ടേ എല്ലാവരോടും. അപ്പോൾ സച്ചി വിളിക്കുക, അച്ഛാ ഇങ്ങോട്ട് വന്നേ, ഇവിടെ നിൽക്കുക, അമ്മ എന്ത് ചെയ്യും, അമ്മയും വാ, അതുപോലെ തന്നെ എല്ലാവരും വന്നേന്ന് പറയുകയാണ്. വാ വർഷേ വാ, ശ്രീകാന്തും എല്ലാവരും വരിക പറയുകയാണ്. അങ്ങനെ ശ്രുതിയും രേവതിയും രവിയും എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുക ഹോളിൽ. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പം നീ എല്ലാവരെയും ഇങ്ങനെ വിളിച്ച് വരുത്തുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഒരു കാര്യമുണ്ട്, ഒരു കള്ളൻ്റെ കള്ളത്തര ഇവിടെ പൊളിക്കാനുണ്ട്, അത് പറയാൻ വേണ്ടി എല്ലാവരെയും വിളിച്ച് നിർത്തിയതാന്ന് പറയാം. അപ്പോൾ ചോദിക്കുന്നുണ്ട് ചന്ദ്ര, എന്ത് കള്ളത്തരം, ആരുടെ കള്ളത്തരം പൊളിക്കാനാ നീ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ പറയാം, എല്ലാവരും വാ, ഒരു സിനിമ കാണിക്കാനുണ്ട്, അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ വർഷം ചോദിക്കുക, സിനിമ കാണിക്കാനോ, അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സിനിമ കാണാൻ പോവാണോ ഇന്നെന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സിനിമ കാണാനൊന്നും നമ്മൾ പോകുന്നില്ല, എൻ്റെ ഫോണിലാണ് സിനിമയുള്ളത്, അതൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനാന്ന് പറയും. അപ്പോൾ രേവതി ഉടനെ പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ വർഷ, അങ്ങനെയൊക്കെ കാണുന്നത് മോശമല്ലേ, തിയേറ്ററിൽ പോയി കാണണ്ടേ, അല്ലാതെ ഇങ്ങനെ പൈറസിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കേസാവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാണ്, അതെ ഇത് എൻ്റെ സ്വന്തം സിനിമയാണ്, ഞാൻ ഷൂട്ട് ചെയ്ത എൻ്റെ സിനിമ, അപ്പോൾ പിന്നെ എനിക്ക് കാണാമല്ലോ എന്ന് പറയേ. അതെങ്ങനെ, അതൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഫോണിൻ്റെ അകത്ത് ഇതെടുത്തിട്ട് TV കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് വെച്ച് ഈ വീഡിയോ കാണിക്കുകയാണ് നമ്മുടെ സുധി അവിടെ പോലീസിൻ്റെ മുമ്പിൽ നിന്ന് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. സുധിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സുധി 4 പാഠം നോക്കുക, ദൈവമേ ഇതെങ്ങനെ ഇവൻ അറിഞ്ഞു, ഈ വീഡിയോ എങ്ങനെ ഇവന് കിട്ടി എന്നൊക്കെ വിചാരിക്കുക. ചന്ദ്രയെ അങ്ങ് ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. സ്വർണം പോയെന്നുള്ള വിവരം ചന്ദ്രയ്ക്കും അറിയാമല്ലോ, മുക്കുപണ്ടമാണെന്നുള്ളത്, അതുകൊണ്ട് ചന്ദ്രയും, പക്ഷേ ഇത് ഇവരറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്താൽ ചന്ദ്ര നിൽക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാ ശ്രുതി ചോദിക്കുക, ഇതെന്താ ശ്രുതി അപ്പോൾ കള്ളത്തിലാണോ പറഞ്ഞത്? 1,00,000 രൂപ ലാഭമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തു തന്നിട്ട് ഇത്രയും രൂപ നഷ്ടം വന്നെന്നോ? ഇതെങ്ങനെ നഷ്ടം വന്നു? ഇതാരാ പറ്റിച്ചത്? നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, വലിയ പഠിത്തമൊക്കെ ഉണ്ട്, ബിസിനസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് നാണമില്ലല്ലോ, ഒരു തരി ബുദ്ധിയുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പം സച്ചിൻ ചോദിക്കുന്നുണ്ട്, ശരിയാ, ഇവൻ എങ്ങനെ ഇത് പറ്റിക്കപ്പെട്ടിട്ടും ഇവിടെ ലാഭം കൊണ്ട് തന്നു? ഇവൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ്. ഇത് സത്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് അച്ഛനൊന്ന് ചോദിച്ചേ എന്ന് പറയാം. അപ്പം രവി സുധിയെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് ചോദിക്കുക, എടാ സത്യം പറയടാ, ഇത് എന്താടാ ഈ സംഭവിച്ചതൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധി അവിടെ കിടന്ന് വിലങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ സച്ചി പറയുന്നുണ്ട്, അതെ അപ്പം ഇവൻ ഈ പണം എവിടുന്ന് കിട്ടിയെന്നും കൂടെ ചോദിക്കണം. ഇവിടെ 1,00,000 രൂപ കൊണ്ട് തരാനും ഈ കട അടയ്ക്കാനും എല്ലാം കൂടെ നിനക്ക് എവിടുന്ന് പണം കിട്ടിയിടാ എന്ന് ചോദിക്കുമ്പോൾ സുധി പറയാം, അത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ കടം വാങ്ങി എന്ന് പറയാണ് കേട്ടോ. അപ്പം ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഏത് ഫ്രണ്ട്? കള്ളത്തരം പറയാതെ ഫ്രണ്ടിൻ്റെ പേര് പറയടാ. അപ്പോൾ പറയാം, ഞാൻ പാർക്കിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്, ആ ഫ്രണ്ട് തന്ന പണം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയുക. അപ്പോൾ നമ്മുടെ സച്ചിക്കും രേവതിക്ക് മനസ്സിലാകാനായിട്ടോ ഇവൻ കള്ളനാണെന്ന്. അങ്ങനെ സച്ചിയും രേവതിയും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തായാലും നമ്മുടെ സുധിയുടെ കളത്തിൽ അടുത്ത ദിവസം തന്നെ പൊളിച്ചടുക്കും നമ്മുടെ സച്ചി. ആ വീഡിയോസുമായിട്ടൊക്കെ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്